പശ്ചിമേഷ്യയിൽ നിലനിൽക്കുകയാണ്. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങളുണ്ട്. താൽക്കാലികമായ ഒരു ഭരണസമിതി ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാനാവുക എന്നുള്ളതാണ് സ്വാഭാവികമായും എല്ലായിടത്തും ഉയർന്നു വരുന്ന ചോദ്യം. കൂടുതൽ വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ബിനീഷ് കൊട്ടാരത്തിൽ കൂടി നൽകും. ബിനീഷ്, നേരത്തെ റിപ്പോർട്ടിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടെ ലോകം നോക്കിക്കാണുന്ന ഒരു വാർത്ത ഈ മണിക്കൂറിൽ വന്നതാണ്. ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളത്. അത് പ്രതീക്ഷ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ അമേരിക്കയും ഇസ്രായേലും കൂടി അതിനൊപ്പം വരണം എന്നുള്ളതാണല്ലോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചർച്ചകൾ മുന്നോട്ട് പോയാൽ വെടിനിർത്തലിന് അടിയന്തരമായ ഒരു വെടിനിർത്തൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ യുദ്ധം ഏത് തരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്? അഖില, തീർച്ചയായിട്ടും നിലവിൽ പശ്ചിമേഷ്യ ഒരു യുദ്ധഭൂമിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അയവ് വരുവാനുള്ള ഒരു നേരിയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതിനോട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രതികരണം എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് ഇക്കാര്യത്തിൽ നിർണായകമാവുക. നിലവിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാട് അതിശക്തമായി ഈ ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇറാൻ പ്രതികാര നടപടിയായി അല്ലെങ്കിൽ തിരിച്ചടിയുടെ ഭാഗമായി അമേരിക്കൻ വ്യോമതാവളങ്ങൾ ഉള്ള ഗൾഫ് മേഖലകളിലേക്ക് വലിയ ആക്രമണം തന്നെയാണ് നടത്തിയത്. ആ ആക്രമണത്തിന് ഒരു തിരിച്ചടി നൽകുമെന്നുള്ള സൂചനയും ഒരു മുന്നറിയിപ്പും ഒക്കെ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാൻ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായാൽ വലിയ തരത്തിൽ തങ്ങളുടെ പ്രത്യാക്രമണം നടത്തുമെന്നും അത് ഗൾഫ് മേഖലയിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നിലവിൽ ഇറാന് കഴിയുന്ന വിധത്തിൽ അമേരിക്കയും അതുപോലെ തന്നെ അമേരിക്കയുടെ കപ്പൽ വ്യൂഹത്തിന് നേരെയും അതുപോലെ ഇസ്രായേലിന് നേരെയും അതുപോലെ GCC രാജ്യങ്ങൾക്ക് നേരെയും അതായത് ഗൾഫ് മേഖലകൾക്ക് നേരെയുമാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. എന്നാൽ ഗൾഫ് മേഖലകളിലേക്ക് ഇപ്പോൾ ഉള്ള ഇറാന്റെ ആക്രമണങ്ങൾ ഡ്രോൺ ആക്രമണങ്ങളായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇറാന് മുമ്പിലുള്ള ഒരേ ഒരു വഴി എന്നുള്ളത് ഒരു സമവായത്തിലൂടെ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. മറിച്ചായാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വലിയ പ്രഹരം ഇറാന് ഏറ്റുവാങ്ങേണ്ടി വരും. ഇറാനെ നിലവിൽ സഹായിക്കുവാനായി മറ്റു രാജ്യങ്ങൾക്ക് കഴിയാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഒമാൻ വഴി അങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. ഈ നീക്കം വിജയിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനായി അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ ഇറാന് എത്രത്തോളം സ്വീകാര്യമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നേരത്തെ ഈ ഇസ്രായേലും ഇറാനുമായുള്ള പ്രശ്നങ്ങൾ ആണവ ആയുധം കൈവശം വെക്കാൻ ഒരു തരത്തിലും ഇറാനെ അനുവദിക്കില്ല എന്നുള്ളതാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും അമേരിക്ക തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 3 ചർച്ചകളും ഒരു തീരുമാനമാകാതെ പിരിയേണ്ട സാഹചര്യം ഉണ്ടായത്. ഒരു 4ാം ഘട്ട ചർച്ച എന്ന നിലയിൽ ഒരുപക്ഷെ ജനീവയിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. അതെ, തീർച്ചയായും ആ ചർച്ച എന്ന് പറയുന്നത് ഇതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ്. കാരണം ആണവായുധം ഒരു കാരണവശാലും ഇറാൻ വെക്കാൻ പാടില്ലെന്നുള്ള കർശനമായ നിലപാട് തന്നെയാണ് അമേരിക്കയ്ക്കുള്ളത്. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുക എന്ന് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുന്നത്. അപ്പോൾ ഈ ചർച്ച വിജയിക്കണമെങ്കിൽ, അതായത് ഇറാൻ ഇപ്പോൾ ഒമാൻ വഴി മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം ചർച്ചയിലൂടെ അല്ലെങ്കിൽ സമവായത്തിലൂടെ യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ യുദ്ധം ഒഴിവാക്കണമെങ്കിൽ അത് തീർച്ചയായും അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ആണവായുധ നിരീകരണ സമിതിക്കൊക്കെ അവിടെ വന്ന് പരിശോധന നടത്തുകയും ഇറാൻ പൂർണ്ണമായും ആണവായുധം ഉപേക്ഷിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. കാരണം ഇസ്രായേലിന്റെയും പ്രധാനപ്പെട്ട ആവശ്യം അതാണ്. പശ്ചിമ ഏഷ്യയിലെ ഇറാന്റെ ഏറ്റവും ഒരു വെല്ലുവിളി എന്നുള്ളത് ഇറാൻ തന്നെയാണ് ഇസ്രായേലിന് വെല്ലുവിളിയായിട്ടുള്ളത്. അപ്പോൾ ഇറാൻ എന്നെ നിരായുധീകരിക്കുക, അവരുടെ ആണവശക്തി ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെയും വലിയ ആവശ്യമാണ്. ആ കാര്യത്തിൽ എത്രത്തോളം ഇറാന് പിന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചർച്ച എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു എന്നതിനെക്കുറിച്ച് വിലയിരുത്താൻ കഴിയുക. നമുക്കറിയാം, നിലവിൽ ഇറാന് അവരുടെ പരമോന്നത നേതാവ് അടക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇറാൻ അതിന് തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇറാൻ ആണവായുധ നിരീകരണത്തിന് തയ്യാറായാൽ യുദ്ധം അവസാനിക്കും. മറിച്ചായാൽ അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നോ ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാവില്ല എന്ന ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം. അഖില.